വെൽക്കം ടു ആൾ. ഐ ആം സതീഷ് കുമാർ. ഇന്ന് നമ്മളൊരു പുതിയ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഇലക്ട്രോണിക് സർക്യൂട്ട്സിലെ ബേസിക് ആയിട്ടുള്ള റെക്ടിഫയർ സർക്യൂട്ടുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഓക്കെ, വെൽക്കം. നമ്മളിന്നിപ്പോൾ റെക്ടിഫയർ സർക്യൂട്ട്സുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. എന്താണ് റെക്ടിഫയർ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഒരു AC സപ്ലൈയെ DC ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റെക്ടിഫയർ സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. റെക്ടിഫയർ സർക്യൂട്ട്സിനകത്ത് ഉപയോഗിക്കുന്നത് ഒരു ആക്റ്റീവും പാസീവും, അങ്ങനെ ആക്റ്റീവും പാസീവും കൂടെ മിക്സഡ് ആയിട്ടുള്ള കമ്പോണൻസ് ആണ്. എങ്കിലും നമുക്കൊരു പ്യുവർ DC കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പാസീവ് കമ്പോണൻസ് ഉപയോഗിക്കുന്നത്, റെസിസ്റ്റർ കപ്പാസിറ്റേഴ്സ് എല്ലാം ഉപയോഗിക്കുന്നത്. അതേസമയം ആക്റ്റീവ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡയോഡാണ്. ഓക്കെ, ഇവിടെ ഡയോഡുണ്ട്, അതിനകത്തൊരു ലോഡ് RL, ആ ലോഡ് റെസിസ്റ്റൻസ് ഒരു 1 കിലോ ഓം ഉണ്ട്. ഒരു കപ്പാസിറ്റർ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് 47 മ്യൂഫ് 25 വോൾട്ടാണ്. അത് വേണമെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് പിന്നീട് ഞാനത് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് നമ്മുടെ ഇവിടെ ഇത് ഫേസും ഇത് ന്യൂട്രലുമാണ്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് നമ്മൾ സപ്ലൈ കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ഈ 230യിൽ നിന്ന് അത് 6 വോൾട്ടായിട്ട് മാറിയിട്ട് ഈ ഡയോഡ് വഴി നേരെ കറങ്ങി. അപ്പോൾ ഇത് ഫോർവേഡ് ബയാസ് ആണെന്ന് പറഞ്ഞാൽ ഡയോഡെന്ന് പറയുമ്പോൾ ഞാനിവിടെ വരച്ച് കാണിക്കാം. ഇങ്ങനെ ഒരു സാധനമാണ്. നമുക്കത് തിരിച്ചറിയാൻ വേണ്ടി അതിനകത്തൊരു പൊളാരിറ്റി ഉണ്ട്, ആക്റ്റീവ് കമ്പോണൻറ്റ് പൊളാരിറ്റി ഉണ്ട്. എന്താണ് ഇവിടെ ഇങ്ങനെ ഒരു വര കാണും. ഈ വരയെന്ന് പറയുന്നത് നെഗറ്റീവും വരയില്ലാത്ത സൈഡ് പോസിറ്റീവുമാണ്. ഇതെപ്പോഴും ഈ ഡയറക്ഷനിൽ മാത്രമേ കണ്ടക്റ്റ് ചെയ്യൂ, തിരിച്ച് ഇങ്ങോട്ട് കണ്ടക്റ്റ് ചെയ്യില്ല, ഇങ്ങോട്ടൊരിക്കലും കണ്ടക്റ്റ് ചെയ്യില്ല. ഫോർവേഡ് ബയാസിൽ മാത്രമേ കണ്ടക്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ AC സപ്ലൈ എന്ന് പറയുമ്പോൾ ഈ കാണുന്നതാണ്. ഈ സപ്ലൈ നേരെ ഒരു 90 ഡിഗ്രി അല്ലെങ്കിൽ ഒരു 180 ഡിഗ്രിയിലേക്ക് പോസിറ്റീവ് സൈഡിലേക്കും, അടുത്ത 180, അതായത് 180 മുതൽ 360 വരെ ഉള്ളത് നെഗറ്റീവ് സൈക്കിളും ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് ഫോർവേഡ് ബയാസിൽ മാത്രമേ കണ്ടക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ആദ്യത്തെ സപ്ലൈ ഫോർവേഡ് ബയാസിൽ ഇങ്ങോട്ട് പോയി, ഇത് ഫസ്റ്റ് ഹാഫ് സൈക്കിൾ ഇങ്ങോട്ട് പോയപ്പോൾ ഇത് ഫോർവേഡ് ബയാസാണ്. ഇത് നേരെ ഇപ്പം നിങ്ങൾ ഇതിനെപ്പറ്റി ആലോചിക്കേണ്ട, ഇത്രയും മാത്രം ചിന്തിക്കുക. ഇതുവഴി നേരെ കടന്ന് വന്ന് ഈ റെസിസ്റ്റൻസ് വഴി നേരെ വന്ന് നെഗറ്റീവായി. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിച്ചു? ഇത് കണ്ടക്ട് ചെയ്തു. ഇനി സെക്കൻഡ് ഹാഫ് സൈക്കിളിലോ തിരിച്ച് ഇത് പോസിറ്റീവായി, ഈ സാധനം തിരിച്ച് കാണുക. അപ്പം ഇതിലേക്ക് നമ്മളൊരു പോസിറ്റീവ് സൈക്കിൾ വന്ന് ഈ റെസിസ്റ്റൻസ് വഴി കടന്ന് ഇവിടെ എത്തുമ്പോൾ ഇത് റിവേഴ്സ് ബയാസ്, ഫോർവേഡ് ബയാസ് ആയതുകൊണ്ട് റിവേഴ്സ് ബയാസിൽ കണ്ടക്ട് ചെയ്തില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ നെഗറ്റീവ് ഔട്ട്പുട്ട്, ഈ നെഗറ്റീവ് ഔട്ട്പുട്ട് അവിടെ കട്ടായി. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഒരു ഹാഫ് വേവ് റെക്ടിഫയർ. നമുക്ക് 3 ടൈപ്പ് റെക്ടിഫയേഴ്സാണ് ഉള്ളത്: ഹാഫ് വേവ്, ഫുൾ വേവ് സെൻറ്റർ ടാപ്ഡ്, ഫുൾ വേവ് ബ്രിഡ്ജ്. അപ്പോൾ ഇതിൽ ഹാഫ് വേവ് എന്ന് പറയുമ്പോൾ ഒരു ഡയോഡ് ഉപയോഗിക്കും. ഇനി ഫുൾ വേവ് സെൻറ്റർ ടാപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് 2 ഡയോഡ് ഉപയോഗിക്കും. ട്രാൻസ്ഫോമറിന് സെൻറ്ററിലൊരു ടാപ്പ് ഇവിടെ കാണും, ഇതിപ്പോൾ അതിനകത്ത് അതില്ല. ഇനി ബ്രിഡ്ജ് റെക്ടിഫയർ ചെയ്യുമ്പോൾ 4 റെക്ടിഫയേഴ്സ് ഉപയോഗിക്കും. അപ്പോൾ അതൊക്കെ വരയ്ക്കാനുള്ള ഒരു എളുപ്പ വഴികൾ ഞാൻ ഇനി കാണിച്ചു തരാം, അടുത്ത വീഡിയോയിലിട്ട് കാണിച്ചു തരാം. ഓക്കെ, നമ്മളിപ്പോൾ ഇത്രയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഈ ഡയോഡ് ഇനി വീണ്ടും അടുത്ത പോസിറ്റീവ് സൈക്കിൾ വന്നു. ആ സൈക്കിൾ വന്നപ്പോൾ ഇത് വീണ്ടും ഫോർവേഡ് ബയാസായി ഇങ്ങനെ കണ്ടക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് അടുത്ത വേവ് ഫോം കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടുന്ന വേവ് ഫോം എന്നുകൊണ്ട് ഇങ്ങനെ കിട്ടുന്നു, പിന്നെ കുറച്ച് പേരും ഫ്രീ ആകുന്നു, പിന്നെ ഇങ്ങനെ കിട്ടുന്നു, ഇങ്ങനെ ഒന്നര വട്ടം കണ്ടുകൊണ്ട് പോകും. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ കിട്ടി. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്, അങ്ങനെ ഒരു വേവ് ഫോമാണ് ഈ കാണുന്നത്. അതായത് ഇതിൻ്റെ ഈ ഫസ്റ്റ് പീക്ക് മാത്രം ഇവിടെ കിട്ടി, നെഗറ്റീവ് പീക്ക് ഇവിടെ കട്ടായി പോയി, വീണ്ടും അടുത്ത പോസിറ്റീവ് പീക്ക് നമുക്ക് ഇവിടെ കിട്ടി, വീണ്ടും നെഗറ്റീവ് പീക്ക് കട്ടായി, അങ്ങനെ ഹാഫ് വേവ് ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കപ്പാസിറ്റർ ഉപയോഗിച്ച് നമ്മളിവിടെ ഫിൽറ്ററിങ് കൊടുക്കുന്നു. ഫിൽറ്ററിങ് മീൻസ് കപ്പാസിറ്ററിൻ്റെ യൂസ് നിങ്ങൾക്കറിയാം, ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ്. അപ്പോൾ ഇവിടെ ചാർജിങ് ഡിസ്ചാർജിങ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ്, ഈ പോസിറ്റീവ് പീക്കിൽ നിന്നും തുടങ്ങി മാക്സിമത്തിലെത്തുമ്പോൾ ഈ കപ്പാസിറ്റർ ഫുൾ ചാർജായി. ഇനി അത് നെഗറ്റീവ് സീറോയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സീറോയിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇവിടെ എന്ത് സംഭവിക്കുന്നു, ഡിസ്ചാർജ് ആവുകയാണ്. അപ്പോൾ ഡിസ്ചാർജ് സമയത്ത് ഈ കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നു, ഇവിടെ ഇത് സീറോ ആവുന്നത്, നെഗറ്റീവ് കുറഞ്ഞ് വരുമ്പോഴത്തേക്ക് ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്ത് വെച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനത്തിന് അങ്ങ് വിട്ടുകൊടുക്കും. അപ്പം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മാക്സിമത്തിലെത്തി ഇത് ശരിക്കും പറഞ്ഞാൽ എങ്ങോട്ടാണ് പോകേണ്ടത്, ഇങ്ങോട്ടാണ് വരേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, ഇവിടെ ഇങ്ങനെയല്ല മാറ്റാം. നമുക്ക് ഇതിങ്ങനെ വന്നിട്ട് ഇവിടെ എത്തും അല്ലേ, ഇവിടെ എത്തി പിന്നെ വീണ്ടും ഇങ്ങോട്ട് പോവും. ഓക്കെ, അപ്പോൾ
ഇത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഇവിടെയാണ് വന്ന് തീരേണ്ടത്. പക്ഷേ ആ സമയത്ത് എന്ത് ചെയ്യുന്നു, ഈ കപ്പാസിറ്ററുകാരൻ എന്ത് ചെയ്തു, അവൻ്റെ ചാർജ് അങ്ങ് വിട്ടുകൊടുക്കുകയാണ്. വിട്ടുകൊടുത്തപ്പോൾ ഈ അടുത്ത നെഗറ്റീവ് പീക്ക് പോയിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം ഇവിടെ. ആ ഹൈയിലേക്ക് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത്, വീണ്ടും ഇങ്ങനെ കറങ്ങി വന്നിട്ട് നമ്മുടെ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വന്ന് വീണ്ടും ഇങ്ങനെ പോകും. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യുന്നു, ഈ നെഗറ്റീവ് വിട്ടുകൊടുത്ത് വീണ്ടും അടുത്ത പോസിറ്റീവ് തുടങ്ങുന്ന സമയത്ത് വീണ്ടും ചാർജ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഇതാണ് നമ്മൾ ഇങ്ങനെ വന്ന്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു നല്ല ഒരു വാല്യൂ കൂടിയ ഒരു കപ്പാസിറ്ററാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വന്നു ഇവിടെ എത്തി, പിന്നെ എന്ത് ചെയ്യുന്നു, നേരെ ഇങ്ങ് പോയി വീണ്ടും ഇങ്ങോട്ട് പോയി അല്ലേ. അപ്പോൾ ഇങ്ങനെ ഇനി നല്ലൊരു കപ്പാസിറ്ററാണ്, അതായത് ഒരു 100 അല്ലെങ്കിൽ 220 അല്ലെങ്കിൽ 1000 ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ അങ്ങ് കിട്ടും. DC-യുടെ സിമ്പിളായ ആ സ്ട്രെയിറ്റ് ലൈൻ തന്നെ നമുക്ക് കിട്ടും. ഇതൊക്കെ നമുക്കൊരു CROയിലാണ്. അതിൻ്റെ പിക്ചേഴ്സൊക്കെ ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ഒരേ ഒരു ഡയോഡ് മാത്രം ഉപയോഗിക്കും. എല്ലാവർക്കും അബദ്ധം പറ്റുന്ന സാധനമാണ് IN4007 എന്നൊക്കെ പറയും. ഒന്നുമല്ല, 1N ജംഗ്ഷൻ 4007, 4001 അങ്ങനെയാണ് പോകുന്നത്. 1N 2N അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഹാഫ് വേവ് റെക്ടിഫയർ സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ റെക്ടിഫയർ സർക്യൂട്ടിൽ ഹാഫ് വേവ് റെക്ടിഫയറിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടുകയാണെന്ന് വിചാരിച്ചോട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.